അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. അഥ ഏകോനവിംശോऽധ്യായം. ശ്രീശുക ഉവാച. സന്ദേഹോയം മഹാരാജ വർത്തത്തെ ഹൃദയേ മമ. മായാമധ്യേ വർത്തമാന സ കഥം നിസ്പൃഹോ ഭവേൽ. ശാസ്ത്രജ്ഞാനം ച സംപ്രാപ്യ നിത്യാനിത്യവിചാരണം ത്യജത്തെ ന മനോമോഹം സ കഥം മുച്യത്തെ നര. അന്തർഗതം തമച്ഛേത്തും ശാസ്ത്രോദ്ബോധോ ഹി ന ക്ഷമ. യഥാ ന നശ്യതി തമഃ കൃതയാ ദീപവാർത്തയാ. അദ്രോഹ സർവഭൂതേഷു കർത്തവ്യ സർവദാ ബുധൈ. സ കഥം രാജശാർദൂല ഗൃഹസ്ഥസ്യ ഭവേത് തഥാ. ചിത്തൈഷണ ന തേ ശാന്ത തഥാ രാജസുഖൈഷണ. ജയൈഷണ ച സംഗ്രാമേ ജീവന്മുക്ത കഥം ഭവേ. ചോരേഷു ചൗരബുദ്ധിസ്തേ സാധുബുദ്ധിസ്തു താപസേ. സ്വപരത്വം തവാപ്യസ്തി വിദേഹസ്ത്വം കഥം പുനാ. കടുതീക്ഷ്ണകഷായാമ്ലരസാൻ വേൽസി ശുഭാശുഭാൻ. ശുഭേഷു രമതേ ചിത്തം നാശുഭേഷു തഥാ നൃപാ. ജാഗ്രസ്വപ്നസുഷുപ്തിശ്ച തവ രാജൻ ഭവന്തി. അവസ്ഥാസ്തു യഥാകാലം തുരീയാ തു കഥം നൃപാ. പദാത്യശ്വരഥോഭയാശ്ച സർവേ വൈ വശഗാ മമ.
സ്വാമ്യഹം ചൈവ സർവേഷാം മന്യസേ ത്വം ന മന്യസേ. മിഷ്ടമൽസി സദാ രാജൻ മുദിതോ വിമനാസ്തഥാ മാലായാം ച തഥാ സർപ്പേ സമദൃക്വ നൃപോത്തമ. വിമുക്തസ്തു ഭവേദ്രാജൻ സമലോഷ്ടാശ്മകാഞ്ജന ഏകാത്മബുദ്ധി സർവത്ര ഹിതകൃൽ സർവജന്തുഷു. നമേദ്യരമതേ ചിത്തം ഗൃഹദാരാദിഷു ക്വചിൽ ഏകാകീ നിസ്പൃഹോത്യർത്ഥം ചരേയമിതി മേ മതി. നിസ്സംഗോ നിർമ്മിത ശാന്ത പത്രമൂലഫലാശന മൃഗവത് വിചരിഷ്യാമി നിർദ്വന്ദ്വോ നിഷ്പരിഗ്രഹ. ശ്രീജഗദംബികായൈ നമഃ. ഓം ഹ്രീം ദും ദുർഗായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി മലയാള തർജ്ജമ രൂപത്തിൽ നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നത്. ശ്രീശുകൻ പറഞ്ഞു: അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹാരാജൻ എൻ സംശയം ഇനിയും നിലനിൽക്കുന്നു. മായാബദ്ധൻ എങ്ങിനെ അനാസക്തനാകും. ശാസ്ത്രജ്ഞാനം നിത്യാനിത്യ വിവേകവും നേടിയിട്ടു മനോഹരമുള്ളൊരാൾക്കു മുക്തി കിട്ടുമോ? ഉള്ളിലെ ഇരുട്ടകറ്റാൻ ശാസ്ത്രജ്ഞാനം കൊണ്ടാകുമോ? വെളിച്ചവാണിയിരുട്ട് ഇരുട്ടിടുമോ? വെളിച്ചവാണി ഇരുട്ടു അകറ്റിടുമോ? ജ്ഞാനികളൊരു പ്രാണിയെ പോലും ദ്രോഹിച്ചിടരുത്. ഗൃഹസ്ഥനു ഇതെങ്ങനെ സാധ്യമായിടും? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അങ്ങയുടെ മനസ്സിലെ ആഗ്രഹം അടങ്ങിയില്ല. രാജഭോഗാസക്തി പോലും മരിച്ചിട്ടില്ല. യുദ്ധങ്ങളിൽ വിജയിക്കാനുള്ളതാകും മോഹമുണ്ട്. അങ്ങെങ്ങനെ ജീവൻ മുക്തനായിടും രാജൻ? കള്ളന്മാരെ അങ്ങിനെയും താപസരെ അങ്ങിനെയും കണ്ടിടുന്ന അങ്ങയിൽ ഭേദബുദ്ധിയുണ്ട്. തൻ്റേതെന്നും അന്യൻ്റേതെന്നുള്ളതാകും ഭേദമുണ്ട്. അങ്ങെങ്ങനെ വിദേഹനായി തീർന്നിടും രാജൻ? എരിവുണ്ട്, പുളിയുണ്ട്, കയ്പുമുണ്ട്. അതുപോലെ ശുഭാശുഭങ്ങളെ പറ്റി അറിയുന്നുണ്ട്. അശുഭമാം അവസരങ്ങളിലെല്ലാം അവിടുന്ന് ഒട്ടും തന്നെ സന്തോഷിക്കുന്നതുമില്ലല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി,
ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ജാഗ്രൽ സ്വപ്ന സുഷുപ്ത്യാദി ഭാവങ്ങളും അതുപോലെ കാലാനുരൂപമായുള്ള അവസ്ഥയുണ്ട്. അങ്ങനെയിരിക്കുന്നോർക്കു നാലാമത്തെ അവസ്ഥയ തുര്യത്തെ പ്രാപിക്കുവാൻ സാധിച്ചിടുമോ? ചതുരംഗ സൈന്യമെല്ലാം തൻ്റെ കീഴിലാണ് എന്നും അവയുടെ സ്വാമി എന്നും ചിന്തിക്കുന്നില്ലേ? മൃഷ്ടാന്നം ഭുജിച്ചിടുന്നു, സുഖദുഃഖത്തിൽ പേടുന്നു, പൂമാലയും പാമ്പും ഭവാൻ ഒരുപോലെയോ? മുക്തനായാൽ മണ്ണും പൊന്നും ഒരുപോലെ കണ്ടിടുന്നു, സർവഹിതകാംക്ഷിയായ ഏകാത്മബുദ്ധി. മമ മനം ഗൃഹം ഭാര്യ എന്നിവ മോഹിക്കുന്നില്ല, ഏകാകിയായി നിസ്സംഗനായി തീരാൻ മോഹിപ്പൂ. നിസ്സംഗനായി ശാന്തനായി ശീതോഷ്ണ ഭേദമില്ലാതെ ഫലമൂലം ഭക്ഷിച്ചോരു മാനിനെ പോലെ അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ ചേരേണമേ നിത്യവും. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ, ഈ ജ്ഞാനയജ്ഞം, ദേവി ഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് 97ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ 19ാമത്തെ അധ്യായം പ്രഥമസ്കന്ധത്തിൽ ശ്രീശുക വാണികളോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ് പ്രഭാഷണം. ശ്രീശുകം പറയുന്നു: സന്ദേഹോയം മഹാരാജ വർത്തതേ ഹൃദയേ മമ മായാമധ്യേ വർത്തമാന സകഥം നിസ്പൃഹോ ഭവേൽ. ജനകൻ്റെ വളരെ വിശേഷമായിട്ടുള്ള ഉപദേശങ്ങൾ കേട്ടതിനു ശേഷം തൻ്റെ സംശയങ്ങൾ പൂർണ്ണമായി മാറാത്തതുകൊണ്ട് ശുകൻ വളരെ വിനയത്തോടുകൂടി ചോദിക്കുകയാണ്: അല്ലയോ മഹാരാജാവേ, എൻ്റെ മനസ്സിൽ സന്ദേഹോയം വർത്തതേ ഹൃദയേ മമ മമ ഹൃദയേ സന്ദേഹോയം വർത്തതേ അയം സന്ദേഹ. ഈ സന്ദേഹം, ഈ ഒരു സംശയം നിലനിൽക്കുന്നു. മായാമധ്യേ വർത്തമാന, മായയിൽ മുഴുകിക്കഴിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിസ്പൃഹനായി അനാസക്തനായിട്ട് തീരാനായിട്ട് സാധിക്കുക? ശാസ്ത്രജ്ഞാനം ച സംപ്രാപ്യ നിത്യാനിത്യവിചാരണം ത്യജത്തെ ന മനോമോഹം സകഥം മുച്യത്തെ നര. ശാസ്ത്രജ്ഞാനമുണ്ട്, അതേപോലെ നിത്യാനിത്യ വിവേകമുണ്ട്. പക്ഷേ മനസ്സിലെ മോഹം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ത്യജത്തെ ന മനോമോഹം സകഥം മുച്യത്തെ നര. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരാൾ മുക്തനായിട്ട് തീരുന്നത്?
ഏതുപോലെ എന്ന് പറയുകയാണ്. അന്തർഗതം തമച്ഛേത്തും ശാസ്ത്രോദ്ബോധോ ഹി നക്ഷമ യഥാന നശ്യതി തമ കൃതയാ ദീപവാർത്തയ. വിളക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ദീപം 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 എന്ന് പറഞ്ഞുകൊണ്ട് അന്ധകാരമില്ലാതെയാവോ? നമ്മളൊരു വിളക്ക് കയ്യിൽ പിടിച്ചിട്ട് ദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്ധകാരം ഉണ്ടാവില്ല. അതിനു പകരം ആ ദീപം ഇല്ലാതെ വെറുതെ ദീപം 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 എന്ന് പറഞ്ഞാൽ അവിടെ അന്ധകാരം ഇല്ലാതെയാവില്ല. അപ്പൊ ദീപത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ദീപവാർത്തയാ തമഹ നശ്യതി, ഒരിക്കലും ഇരുട്ട് ഇല്ലാതെയാവുന്നില്ല. അതേപോലെ ഉള്ളിലെ ഇരുട്ടകറ്റാൻ ശാസ്ത്രപഠനം കൊണ്ട് മാത്രം സാധിക്കുമോ? അത് പര്യാപ്തമല്ല എന്നാണ്. ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് പരോക്ഷമായ ജ്ഞാനമാണ്. ഇത് അവിദ്യയെ നശിപ്പിക്കുന്നില്ല. പ്രത്യക്ഷമായ അപരോക്ഷാനുഭൂതി അഥവാ ആത്മാനുഭൂതി ഉണ്ടെങ്കിലേ ഇത് അനുഭവവേദ്യമാവുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. ശ്രീശുകൻ ജനക മഹാരാജാവിനോട് പറയുന്നു. അപ്പോ അദ്രോഹ സർവഭൂതേഷു കർത്തവ്യ സർവദാ ബുധൈ. ജ്ഞാനികൾ ഒരിക്കലും ഒരു പ്രാണിയെപ്പോലും മനസാ വാച കർമ്മണ ദ്രോഹിക്കരുത്. അപ്പൊ രാജർഷേ, ഹേ രാജശാർദൂല, രാജസിംഹമേ പറയാണ്, സകഥം ഗൃഹസ്ഥസ്യ ഭവേത് തഥ. അപ്പൊ എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥനത് സാധിക്കുക? ഒന്നിനെയും ദ്രോഹിക്കാതെ അഹിംസ എന്നുള്ളത് പ്രവൃത്തിപഥത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? ഒരു ഗൃഹസ്ഥനായിട്ടിരിക്കുമ്പോൾ പല സമയത്തും പലതരത്തിലുള്ള ഹിംസകൾ ചെയ്യേണ്ടി വരും, ഇല്ലേ? നമുക്കറിയാം, ഉറുമ്പ് നമ്മുടെ വീട്ടിലിങ്ങനെ ധാരാളം ഉറുമ്പുകളെ കാണുന്നു. അതിനെ ഒഴിവാക്കാനായിട്ടെങ്കിലും ചിലപ്പോൾ ഉറുമ്പ് കൂടി അതിൻ്റെ മുകളിൽ കൊണ്ട് വിതറേണ്ടി വരും, ഇല്ലേ? വേണ്ടി വരും, ചെയ്തു പോവും നമ്മൾ. അപ്പം അഹിംസ എന്നുള്ളത് ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് മുക്തി നേടാനായിട്ട് സാധിക്കുക? ചിത്തൈഷണ നതേശാന്ത തഥാ രാജ്യസുഖൈഷണ ജയൈഷണ ച സംഗ്രാമേ ജീവൻ മുക്ത കഥം ഭവേ. ഇപ്പോൾ ചിത്തൈഷണ, മനസ്സിലെ ആഗ്രഹങ്ങൾ അടങ്ങിയിട്ടില്ല. നതേശാന്ത, അത് അടങ്ങിയിട്ടില്ല. അതേപോലെ രാജഭോഗങ്ങളിലുള്ള അനുഭവിക്കാനുള്ള ആഗ്രഹം, രാജ്യസുഖേഷണ ഏഷണകൾ, അത് തീർന്നിട്ടില്ല. ജയേഷണ, യുദ്ധത്തിൽ ജയിക്കാനുള്ള ആഗ്രഹവും, ജയേഷണാച്ച സംഗ്രാമേ, ഇതൊന്നുമില്ലാതെ ജീവൻ മുക്ത കഥം ഭവേ. അങ്ങ് ജീവൻ മുക്തനാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിലാവണില്ല. കാരണം അടുത്തതായിട്ട് പറയുകയാണ്, ചോരേഷു ചൗരബുദ്ധിസ്തേ സാധുബുദ്ധിസ്തു താപസേ സ്വപരത്വം തവാപ്യസ്തി വിദേഹസ്ത്വം കഥം പുന. ചോരന്മാരെ, കള്ളന്മാരെ കള്ളന്മാരായിട്ട് തന്നെ കാണേണ്ടി വരും, ഇല്ലേ? എങ്കിലേ അവരെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ താപസന്മാരെ സജ്ജനങ്ങളായിട്ട് അങ്ങ് കാണേണ്ടി വരും. കള്ളന്മാരെയും കൊള്ളക്കാരെയും താപസന്മാരെയും സജ്ജനങ്ങളെയൊക്കെ ഒരേപോലെ കാണാൻ സാധിക്കില്ല, ഭേദബുദ്ധി ഉണ്ടാവും. അപ്പൊ ചോരനെന്നും താപസനെന്നുമുള്ള ഭേദബുദ്ധി അങ്ങയ്ക്കുണ്ട്. സ്വപരത്വം തവാപ്യസ്തി, തൻ്റേത് അന്യൻ്റേത് എന്നുള്ള ചിന്തയും ഭേദബുദ്ധിയും അങ്ങയ്ക്കുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അങ്ങ് വിദേഹനായിട്ട് തീരുന്നത്, ദേഹബന്ധമില്ലാത്തവനായി ജീവൻ മുക്തനായിട്ട് തീരുന്നത്? പിന്നെ കടു തീക്ഷ്ണ കഷായാമ്ലാരസ വെൽസി ശുഭാശുഭാൻ, എരിവ്, പുളി, കയ്പ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള രസങ്ങൾ, ശുഭാശുഭ ചിന്തകൾ, ഇതൊക്കെ അങ്ങക്ക് അറിയുന്നുണ്ട്, ഇല്ലേ? ശുഭേഷു രമതേ ചിത്തം. ഇപ്പൊ ശുഭത്തിൽ സന്തോഷിക്കുന്ന മനസ്സ്, നാശുഭേഷു തഥാ നൃപ. അശുഭം ഉണ്ടാവുമ്പോൾ ഇതേപോലെ സന്തോഷിക്കില്ല. ജാഗ്രൽ സ്വപ്ന സുഷുപ്തിശ്ച തവ രാജൻ ഭവന്തി ഹി അവസ്ഥാസ്തു യഥാകാലം തുരീയാതു കഥം നൃപ. ഇപ്പൊ രാജാവേ, സാധാരണ രീതിയിൽ മനുഷ്യന് 3 തരത്തിലുള്ള അവസ്ഥകളാണ്, അവസ്ഥാത്രയം: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. അപ്പൊ ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ ഇപ്പൊ കാലാനുരൂപമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടെന്നിരിക്കെ എങ്ങനെയാണ് അങ്ങക്ക് 4ാമത്തെ അവസ്ഥയായ ആ തുരീയം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്? ഈ 3 അവസ്ഥകൾക്കും കാലത്തിനും വിധേയനായ ഒരാൾക്ക് അതിന് അതീതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ആത്മാനുഭൂതിയുടെ ഒരവസ്ഥയാണ് തുരീയാവസ്ഥ എന്നുള്ളത്.
ഈ മൂന്നവസ്ഥകളുമുള്ള ആളുകൾക്ക്, ഉണരുകയും സ്വപ്നം കാണുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇതിനും അപ്പുറത്ത്, ഇതിനും അതീതമായിരിക്കുന്ന തുരീയാവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്? പിന്നെയോ പദാത്യശ്വരധേഭാശ്ച സർവേ വൈ വശഗാ മമ സ്വാമ്യഹം ചൈവ സർവേഷാം മന്യസേ ത്വം ന മന്യസേ. കാലാള്, അതേപോലെ കുതിര, തേര്, ആന, ചതുരംഗപ്പടയിൽ ഇത് നാലുമാണ് അല്ലേ? അപ്പൊ ഈ ചതുരംഗപ്പട മുഴുവൻ തനിക്ക് അധീനമാണ്. സർവേ വൈ വശഗാ മമ, അവയുടെ എല്ലാത്തിൻ്റെയും സ്വാമിയാണ് ഞാൻ എന്ന് അങ്ങ് വിചാരിക്കണില്ലേ? അങ്ങ് ഇതിൻ്റെയൊക്കെ ആളാണ്. എനിക്ക് ഇത്ര കാലാളുണ്ട്, ഇത്ര രഥമുണ്ട്, ഇത്ര കുതിരയുണ്ട്, ഇത്ര ആനയുണ്ട് എന്നൊക്കെ വിചാരിക്കുകയും അതിൻ്റെയൊക്കെ സ്വാമിയാണ് താനെന്ന് അങ്ങ് വിചാരിക്കുകയും ചെയ്യുന്നില്ലേ? മിഷ്ടമത്സ്യ സദാരാജൻ മുദിതോ വിമനാസ്തഥാ മാലായാം ച തഥാ സർപ്പേ സമദൃക് ക്വ നൃപോത്തമ. അങ്ങ് മൃഷ്ടാന്നം ഭോജിക്കുന്നുണ്ട്, അതുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്, പിന്നെ ദുഃഖിക്കുന്നുണ്ട്. രാജാവേ, മാലായാം ച തഥാ സർപ്പേ, പൂമാലയും പാമ്പും അങ്ങയ്ക്ക് ഒരുപോലെയാണോ? രണ്ടിലും ഭേദബുദ്ധിയില്ലേ അങ്ങക്ക്? വിമുക്തസ്തു ഭവേദ്രാജൻ സമലോഷ്ടാശ്മകാഞ്ചന ഏകാത്മബുദ്ധി സർവത്ര ഹിതകൃൽ സർവജന്തുഷു. രാജാവേ, മുക്തന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് മണ്ണും അതേപോലെ കല്ലും അതേപോലെ കാഞ്ചനവും. സമലോഷ്ടാശ്മകാഞ്ചന, ലോഷ്ഠം മണ്ണ്, മൺകട്ട, അശ്മം കല്ല്, കാഞ്ചനം സ്വർണം. അപ്പൊ ഇതൊക്കെ ഒരേപോലെയാണ്, എല്ലാത്തിലും ഒരേ ആത്മാവാണ് നിലനിൽക്കുന്നത് എന്ന ചിന്ത അയാളിലുണ്ടാവും. അപ്പൊ സർവജീവജാലങ്ങൾക്കും സർവത്ര ഹിതകൃത്ത്, എല്ലാവർക്കും ഹിതം ചെയ്യുക എന്നുള്ള ആൾക്കേ ജീവൻ മുക്തനാകാൻ സാധിക്കുകയുള്ളൂ. നമേദ്യ രമതേ ചിത്തം ഗൃഹധാരാദിഷു ക്വചിത്. എൻ്റെ മനസ്സ് ഇപ്പോ ഗൃഹം അതേപോലെ ഭാര്യ എന്നുള്ളതിലൊന്നിലും എനിക്ക് ലവലേശം സന്തോഷമില്ല. ഏകാകി നിസ്പൃഹോത്യർത്ഥം ചരേയമിതി മേ മതി. ഒറ്റയ്ക്ക് ഒന്നിനോടും ആഗ്രഹമില്ലാതെ അനാസക്തനായി നിസ്പൃഹനായി സഞ്ചരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിസ്സംഗോ നിർമ്മിത ശാന്ത പത്രമൂലഫലാശന മൃഗവത് വിചരിഷ്യാമി നിർദ്വന്ദ്വോ നിഷ്പരിഗ്രഹ. ഒന്നിനോടും ഒരു ബന്ധവുമില്ലാതെ, എൻ്റേതെന്ന ഭാവമില്ലാതെ, ശീതോഷ്ണം തുടങ്ങിയ ദ്വന്ദ്ങ്ങളില്ലാതെ, ആ ഭേദബുദ്ധിയില്ലാതെ, ഗൃഹസ്ഥനാവാതെ, പത്രമൂല ഫലാശന, ഇല കിഴങ്ങ് കായൊക്കെ ഭക്ഷിച്ചുകൊണ്ട് മൃഗവത് വിചരിഷ്യാമി, ഒരു മാനിനെ പോലെ സഞ്ചരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയുന്ന 13ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ 14ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ആരംഭിക്കാം, 27ാമത്തെ ശ്ലോകം വരെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ.
ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ
സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.